Hi guys. So in this video, we are going to discuss about a movie titled Avasa Vyuham, the Arbit documentation of an amphibian hunt. കൃഷ്ണാന്ത് പറയുന്ന ഒരു മലയാളം റൈറ്ററുടെ കീഴിൽ നമ്മളെ സോണി ലൈവിലൊക്കെ കിടന്ന് കളിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ നമ്മളുടെ നേച്ചറുമായിട്ട് ഹ്യൂമൻസിൻ്റെ റിലേഷൻസിനെ വർണ്ണിപ്പിക്കുന്ന തരത്തിൽ എഴുതിയിട്ടുള്ള ഒരു മൂവിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് പറ്റും. Okay, so in this video we are going to discuss about that movie. So Avasa Vyuham, the Orbit documentation of an amphibian hunt. Orbit എന്നൊക്കെ പറഞ്ഞാൽ എന്താ? Orbit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ those who rules the ഫെയ്റ്റ്, അതായത് വിധികർത്താവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ ആംഫീബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഭയജീവി അല്ലെ, കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ജീവിയാണ് ഉഭയജീവി വിളിക്കാറ്. തവളേനെയൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. സോ ലൈക്ക് ദാറ്റ് ആവാസ വ്യൂഹം, ദ ആർബിറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് ആംഫീബിയൻ ഹണ്ട്, ഒരു മലയാളത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറേ അവാർഡുകൾ നേടിയിട്ടുള്ള 2022 ഈ സിനിമ ഇറങ്ങുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, സോ ലെറ്റ്സ് talk about the writer or the director. Krishnand A.K., also known as Krishna Ananda, is a filmmaker from Kerala who works in Malayalam cinema as a director, screenwriter, cinematographer and producer. അപ്പം സിനിമയുടെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു വരുന്ന ഒരു ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ആളാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ആള്. ഹീസ് എ ഗ്രാജുവേറ്റ് ഫ്രം IIT ബോംബെ. നമ്മൾ IIT ബോംബെയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാളായിരുന്നു. He began his career in 2020 as a screenwriter and later directed his first feature film വൃത്താകൃതിയിലുള്ള ചതുരം ഇൻ 2008. ഇപ്പൊ 2018 വൃത്താകൃതിയിലുള്ള ചതുരം എന്നുള്ള സിനിമയിലൂടെയാണ് കൃഷ്ണാന്ത് തന്റെ ഡയറക്ടർ ജീവിതത്തിലേക്ക് കടക്കുന്നത്. which was selected for the International Film Festival of Kerala, IFFK. IFFKയിലെ ഒരു അവാർഡിന് വേണ്ടി ഇതിട്ടുണ്ട് സെലക്ട് ചെയ്തൊരു മൂവിയുടെ ആയിരുന്നു വൃത്താകൃതിയിലുള്ള ചതുരം. He gained widespread recognition with the second film Avasa Vyuham, which won several prestigious awards including the National Film Award, 2 Kerala State Film Awards and the Padmarajan Award. പത്മരാജൻ അവാർഡും നാഷണൽ ഫിലിം അവാർഡും കേരള സ്റ്റേറ്റ് അവാർഡും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടെയായിരുന്നു ആവാസ വ്യൂഹം എന്ന് പറയുന്ന ചിത്രം. ഓക്കെ, ഇനി about the story. He is known for his unique storytelling and creative vision. ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള സ്റ്റോറി ടെല്ലിങ്ങും അതേപോലെ തന്നെ ക്രിയാത്മകതയൊക്കെയാണ് നമ്മളുടെ എന്ത് ചെയ്യുന്നത് കൃഷ്ണാന്തിനെ ഇതിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത്. കൃഷ്ണാന്ത് ഡ്രോസ് ഇൻസ്പിറേഷൻ ഫ്രം വേൾഡ് സിനിമ ആൻഡ് ബ്രിങ്സ് എക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ തീംസ് ഇൻ ടു സ്പോട്ട്ലൈറ്റ് ത്രൂ ഹിസ് വർക്ക്സ്. അപ്പോൾ സമൂഹത്തിലുള്ള എക്കോളജിക്കൽ ആയിട്ടുള്ള സോഷ്യലിലേക്കുള്ള പ്രോബ്ലങ്ങൾ സിനിമയിലൂടെ പുറത്തു കൊണ്ടുവരുന്ന ഒരാൾ കൂടിയാണ് കൃഷ്ണാന്ത് പറയുന്ന ഡയറക്ടർ. So about Avasa Vyuham, the Arbit documentation is of an amphibian and is a Malayalam mockumentary film released in 2022. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് മോക്യുമെൻ്ററി ആണ്. ഒരാളെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിലൂടെ പ്രചാരിച്ചിട്ടുള്ള ഒരു മൂവിയായിട്ട് നമുക്ക് ഈ ആവാസി വ്യൂഹത്തെ കാണാനായിട്ട് പറ്റും. 2022 ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ കൃഷ്ണാന്ത് ആൻഡ് ഇറ്റ് കമ്പൈൻസ് സയൻസ് ഫിക്ഷൻ, സറ്റയർ, എൻവയോൺമെന്റൽ കമന്ററി ഓൺ ഇൻ ആൻ എന്റർടൈനിങ് ഫോമാറ്റ്. ഒരു നമ്മളെയൊക്കെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളെ പ്രകൃതിയെക്കുറിച്ചും സയൻസ് ഫിക്ഷൻ എന്നുള്ള ജേണറിനെ കുറിച്ചും സറ്റയർ, ആക്ഷേപഹാസ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണാന്ത് എഴുതിയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളുടെ ആവാസ വ്യൂഹം എന്ന് പറയുന്ന മൂവി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മളുടെ സോണി ലീവ് ആപ്പിലൊക്കെ അവൈലബിൾ ആണ്, വേണ്ടവർക്ക് കാണാവുന്നതാണ്. Okay. The story follows Joy, a mysterious man with a strange connection to nature, whose presence in places like Puduvaipu, Azhikode and Munnar stirs ക്യൂരിയോസിറ്റി ആൻഡ് സ്പെക്കുലേഷൻ. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ജോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രകൃതിയായിട്ട് അത്ര ഇണങ്ങി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചില നേരത്തെ ആളുകൾക്ക് ഇവൻ്റെ കാട്ടിക്കൂടൽ കാണുമ്പോൾ ഇവനൊരു മനുഷ്യനല്ല, വേറെ എന്തോ ഒരു ഉഭയജീവിയെ പോലെയുള്ള ആളൊക്കെയാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ഉള്ള ഒരാളൊക്കെയാണ് തോന്നിയിട്ടുണ്ട്. അത്രയും ക്ലോസ് ആയിരുന്നു ജോയ് എന്ന് പറയുന്നത്. ആ ഒരു സീൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഒരു പുഴയുടെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോൾ മീനുകളൊക്കെ മൂപ്പരുടെ അടുത്തേക്ക് വരിക, ഫിഷസ്. അപ്പം അത്തരത്തിൽ ഒരു എന്താണ് ടു നേച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു ജോയ് എന്ന് പറയുന്നത്. The film blends humor, surrealism and real life issues such as ecological degradation. ഈ ഫിലിമിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറേ ഹ്യൂമർ, ചിരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എക്കോളജിക്കൽ ഡീഗ്രഡേഷൻ, പ്രകൃതിയുടെ എക്കോളജിക്കൽ ഡീഗ്രഡേഷനെ കുറിച്ചിട്ടും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഹൈലൈറ്റിംഗ് ദ ഫ്രാജൈൽ കണ്ടീഷൻ ഓഫ് കേരളാസ് മാൻഗ്രോവ് എക്കോസിസ്റ്റം.
അപ്പോൾ നമ്മൾ പ്രകൃതിയൊക്കെ നശിപ്പിച്ച് മാൻഗ്രോവ് അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യനെ നിർമ്മിച്ചെടുത്ത നിർമ്മിതികളെയൊക്കെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സിനിമ കൂടിയാണ് എന്ത് നമ്മളുടെ ആവാസവ്യൂഹം എന്ന് പറയുന്നത്. Okay, so let's move to the summary of this story or movie. Avasavyuham, the orbit documentation of an amphibian hunter. It follows a strange and fascinating story of Joy, a mysterious man who seems to have an extraordinary connection with nature. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയ് എന്നുള്ള ഒരാളുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ ജോയിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ, ഹി ഹാസ് എക്സ്ട്രാ ഓർഡിനറി, നമുക്ക് പറയാനൊന്നും പറ്റാത്ത, നമ്മൾ പറയുന്നതിലുപരിയുള്ള ഒരു ബന്ധം പ്രകൃതിയായിട്ടുള്ള ഒരാളാണ് നമ്മളെ ജോയ് എന്ന ക്യാരക്ടർ ഈ സിനിമയിൽ. ഓക്കെ, the film opens with a sudden appearance of Joy in Puduvai, where he becomes popular among the local people for his kindness and ability to live in harmony with the animals. അപ്പോൾ പുതുവൈപ്പ് എന്നൊരു സ്ഥലത്താണ് ഈ സ്റ്റോറി ആദ്യമായിട്ട് തുടങ്ങുന്നത്. അപ്പം നമുക്ക് ആരെ കാണാം, ജോയ് എന്ന ക്യാരക്ടറിനെ കാണാം. ഈ ജോയ് എന്ന് പറയുന്നത് എല്ലാവരും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളായിരുന്നു, എല്ലാവരും സഹായിച്ചുകൊണ്ടും ആണ് നമ്മളെ മൃഗങ്ങളെയൊക്കെ ആയിട്ട് ഒത്തിണങ്ങി പോയിക്കൊണ്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവിടുത്തെ ആളുകൾക്കൊക്കെ ജോയിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മൂപ്പരുടെ ക്യാരക്ടർ അത്ര ഫ്രണ്ട്ലിയാണ്, കൈൻഡ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം. ഫിഷ് ഗ്യാദർ നിയർ ഹിം ഇൻ ദ വാട്ടർ. ഇപ്പം ഞാൻ പറഞ്ഞു, അവനെ കാണുമ്പോൾ എന്താണ്, പുഴയുടെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ മീനുകളൊക്കെ അവൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി. ആൻഡ് ഹി സീംസ് ടു അട്രാക്ട് നാച്ചുറൽ ക്രിയേച്ചേഴ്സ് ആസ് ഹി വർ വൺ ഓഫ് ദം. അവൻ പ്രകൃതിയിലൊരു ജീവിയാണെന്ന പോലെ അവൻ അടുത്ത് നിൽക്കുമ്പോൾ എല്ലാ ജീവികളും അവൻ്റെ അടുത്തേക്ക് വരിക, അവനോട് സംസാരിക്കാനായിട്ട് പോലെയൊക്കെ തുടങ്ങുക, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരാനായിട്ട് തുടങ്ങി. ഹി വർക്ക്സ് ഇൻ എ ലോക്കൽ ഫിഷ് ഫാം, ബട്ട് സൂൺ ഹിസ് പ്രസന്റ് റേസസ് ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി വെൻ ഓഡ് ഇവന്റ്സ് ബിഗിൻസ് ടു ഒക്കർ. അപ്പൊ ഇവന്റെ ഈ കാട്ടിക്കൂടൽ, പ്രകൃതിയായിട്ടുള്ള കൂടുതൽ അടുത്തിടപെടലും ഈ മൃഗങ്ങളൊക്കെ ഇവനോട് കാണിക്കുന്ന കൂടുതൽ അനുകമ്പി, അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് കുറച്ച് സംശയം ഇവന്റെ മേലെ തോന്നുകയാണ്. ഇവൻ സൂപ്പർ നാച്ചുറൽ ആണോ, ഇവൻ ഇനി ഒരു ഒരു ആംഫീബിയൻ ആണോ എന്നുള്ള തോന്നലൊക്കെ തോന്നി തുടങ്ങുകയാണ്. ഇവനൊരു ഫിഷ് ഫാമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, the story is told through fake interviews, CCTV footage and news reports, making it appear like a real documentary. ഇത് റിയൽ ഡോക്യുമെന്ററി പോലെയാണ് എടുത്തിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് CCTV വിഷ്വൽസും ന്യൂസ് റിപ്പോർട്ടുകളും അതേപോലെ തന്നെ ഫേക്ക് ഇന്റർവ്യൂ ഒക്കെ നമുക്ക് ഈ സിനിമയിലുടനീളം കാണാനായിട്ട് പറ്റുന്നുണ്ട് സ്ക്രീൻസിൽ. ഓക്കെ, the narrative moves between different people who claim to know Joy, including his former roommate, co-workers and residents, each offering a different version of who he is. ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ആളുകൾ ജോയിനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവൻ്റെ നെയ്ബർ, കോവർക്കേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അവനെ കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിലൂടെയാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. പലർക്കും പറയാനുള്ളത് അവനെക്കുറിച്ച് പല സ്റ്റോറികളാണ്. ഒരാൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യും, മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ. അങ്ങനെയാണ് ഈ സ്റ്റോറിയുടെ പ്ലോട്ട് മുന്നോട്ട് പോകുന്നത്. Okay, suggesting he may be non-human creative, perhaps part amphibian. ഇത് ഇന്റർവ്യൂവിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പല ആളുകളോടും ഇവന്റെ അഭിപ്രായം, ഇവന്റെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പലരും പറയുന്നുണ്ട് ഹീസ് പാർട്ട് ഹ്യൂമൻ, അവൻ പകുതി മനുഷ്യനും പകുതി എന്തോ ജീവിയാണ്, അതേപോലെ തന്നെ അവനൊരു ആംഫീബിയൻ ആണ്, ഉഭയജീവിയൊക്കെ ആണ് എന്നാണ് പലരും പറയുന്നത്. അവൻ്റെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവൻ എന്താണ് അങ്ങനെയാണ് പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്നത്. ബാക്കിയുള്ള മനുഷ്യന്മാർക്കില്ലാത്തൊരു നേച്ചറിനോടുള്ള ഒരു കഴിവൊക്കെ അവന് തോന്നുന്നുണ്ട്. He disappears from one location only to reappear in other, always followed by rumors and fear. അവന് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന സ്വഭാവമുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് പൊങ്ങിയിട്ട് വേറൊരു സ്ഥലത്താണ് അവൻ പൊങ്ങുന്നുണ്ടാവുക. ഇതൊക്കെ എന്താണ്, അവനെക്കുറിച്ച് റൂമറുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ മനുഷ്യനല്ല, എന്തോ പ്രത്യേക കഴിവുകളുള്ള ഒരു ജീവിയാണ്, ഒരു മനുഷ്യനാണെന്നൊക്കെയുള്ള തരത്തിലുള്ള സംസാരങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആളുകൾക്കിടയിൽ വരാനായിട്ട് തുടങ്ങുകയാണ്. In Azhikode and Munnar, his mysterious powers and increasing closeness to the nature draw the attention of both local communities and government officials. അവൻ ജീവിച്ചിരുന്നത് അഴീക്കോട്, മൂന്നാറൊക്കെ ആയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവിടുത്തെ സാധാരണക്കാർക്കും അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ ഒഫീഷ്യൽസിനൊക്കെ എന്ത് ചെയ്യണം, ഇവനൊരു സംശയം തോന്നുകയാണ്. ഇനി ഇവൻ മനുഷ്യൻ തന്നെയാണോ, അതോ ഇവൻ മനുഷ്യനല്ലേ, ആംഫീബിയൻ ആണോ, പകുതി മനുഷ്യനാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിയാണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഇവനെ കാണുമ്പോൾ, ഇവന്റെ പെരുമാറ്റം കാണുമ്പോൾ ഉയർന്നു വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഓക്കെ, beyond Joy's unusual story, Avasavyuham serves as a powerful commentary on environmental degradation, social attitudes and the politics of identity. അപ്പോൾ നമ്മളെ സമൂഹം പ്രകൃതിയോട് കാണിക്കുന്ന ദുഷ്പ്രവണതകൾക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത് ഈ മൂവി പറയുന്നത്. ഒരു സറ്റാറിന്റെ രൂപത്തിൽ, ഒരു ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിലാണ് പറയുന്നത്. ബാക്കിയുള്ള ആളുകൾക്കാണ് കുഴപ്പം, അവനല്ല, അവൻ പ്രകൃതിയോടെ ഇണങ്ങിയാണ് ജീവിക്കുന്നത്, പ്രകൃതിക്ക് അവനെ ഇഷ്ടമാണ് അല്ലെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് അവൻ എഴുതിയിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ള ആളുകൾക്ക് അവൻ അങ്ങനെ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്നത് കാണുമ്പോൾ പറ്റുന്നില്ല, ഇവൻ വേറെന്തോ ജീവിയാണ് എന്നുള്ള തരത്തിലാണ് അവർ പെരുമാറുന്നത്. ശരിക്കും അവരല്ലേ മാറേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളവിടെ മനസ്സിൽ ഉണ്ടാകുന്നതാണ്.
It draws attention to the destruction of Kerala's mangrove ecosystems due to unplanned industrial development and explores how nature can respond in unexpected ways. ഇപ്പം എന്താണ് ഇത് കാണിക്കുന്നത്? എന്താണ് കേരളത്തിലെത്തി എന്താണ് മാൻഗ്രോഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആവാസ വ്യവസ്ഥയെക്കുറിച്ചും പ്രകൃതിയെ നശിപ്പിച്ചിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ അവരോട് പ്രകൃതിയോട് ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതി എങ്ങനെയൊക്കെ തിരിച്ചടിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പം അത്തരത്തിലുള്ള പ്രകൃതി തിരിച്ചടിക്കുമ്പോഴാണ് നമ്മളെ സമൂഹത്തിൽ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്. Joy emerges as a symbol of nature resistance and a mystery and outsider who challenges societal norms and defies easy categorization. ജോയ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ നമ്മളെ നേച്ചറിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നേച്ചറിന് വേണ്ടി സംസാരിക്കുന്ന, നേച്ചറിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, ബാക്കിയുള്ളവരെ നോഷസ് ഒന്നും കേൾക്കാതെ ജീവിക്കുന്ന, പ്രകൃതിയെ മാത്രം ഇണങ്ങി ജീവിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ജോയിയെ ഇതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗറൈസേഷൻ, അതായത് സൊസൈറ്റിയിലുള്ള തരംതിരിവിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ജോയ് എന്ന ക്യാരക്ടർ ഇതിലൂടെ എതിർക്കുന്നുണ്ട്. The film uses a mockumentary format to blend fact and fiction in an engaging ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് വേ. ഞാൻ പറഞ്ഞൊരു മോക്കുമെൻ്ററി ആണിത്. അത് ആക്ഷേപഹാസ്യത്തിൻ്റെ, ബാക്കിയുള്ളവരെ കളിയാക്കിക്കൊണ്ട്, മനുഷ്യരാശിയെ കളിയാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഫിലിമാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിക്ഷനും അതേപോലെ തന്നെ മോക്യുമെൻ്ററി, സാധാ തരത്തിലുള്ള സ്റ്റോറിയും റിയൽ അല്ലാത്ത സ്റ്റോറി, അതേപോലെ തന്നെ ഒരു മോക്യുമെൻ്ററി ടോണിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. റാദർ ദാൻ ഡെലിവറിങ് എ ഡയറക്റ്റ് മോറൽ ലെസൺ, ഇറ്റ് ഓഫേഴ്സ് എ ലേയർഡ് റിഫ്ലക്ഷൻ ഹൗ വി ട്രീറ്റ് ദ നാച്ചുറൽ വേൾഡ് ആൻഡ് ഹൗ ഡു നോട്ട് ഫിറ്റ് ഇൻ ദ എസ്റ്റാബ്ലിഷ്ഡ് ബ്യൂറോക്രാറ്റിക് ഓർ സോഷ്യൽ ഫ്രെയിംവർക്ക്. ഇപ്പോൾ പറയുന്നുണ്ട് ഡയറക്റ്റ് നമുക്കൊരു ഒരു മെസ്സേജ് തരല്ലേ മൂവ് ചെയ്യുന്നത്. അതായത് മനുഷ്യന്മാർ തെറ്റാണെന്നുള്ളതല്ല, കളിയാക്കിക്കൊണ്ട്, നേരെ മറിച്ച് മനുഷ്യനെ കളിയാക്കിക്കൊണ്ട് മനുഷ്യൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ പറയുന്നത്. ഓക്കെ, മനുഷ്യൻ എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് ക്ലോസ് വിത്ത് നേച്ചർ, അല്ലെ? മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ട ഒന്നാണ്. ഇവിടെ ജോയി മാത്രം ഇണങ്ങി ജീവിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പിണങ്ങി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ജോയി എന്നുള്ള ക്യാരക്ടറാണ് ഇവിടെ ശരി, ബാക്കിയുള്ളവരാണ് തെറ്റ് എന്ന് ഒരു മോക്യുമെൻ്ററി ടോണിൽ, ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിൽ സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. ഓക്കെ, with rich use of satire and irony, Avasaviham critiques the absurdities of human systems, including environmental neglect. അതേപോലെ തന്നെ ആവാസവ്യൂഹത്തിലൂടെ എന്ത് ചെയ്യാണ്, സറ്റയർ ആൻഡ് ഐറണിയിലൂടെ, ആക്ഷേപഹാസ്യത്തിലൂടെ, അതേപോലെ തന്നെ സറ്റയറിലൂടെയൊക്കെ എന്ത് ചെയ്യാണ് പോയറ്റ് അല്ലെങ്കിൽ നമ്മളെ ഡയറക്ടർ എന്ത് ചെയ്യാണ്, മനുഷ്യരാശയെ തന്നെ കുറ്റപ്പെടുത്താണ്. സൊസൈറ്റി പ്രകൃതിയോട് കാണിക്കുന്ന മോശമായ കാര്യങ്ങൾക്കെതിരെ, പ്രകൃതിയോട് കാണിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ എന്ത് ചെയ്യാണ്, ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിൽ പ്രകൃതിയുടെ ഒരു പ്രതിനിധാവ് എന്ന രീതിയിൽ ജോയി എടുത്തുകൊണ്ടാണ് ഡയറക്ടർ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. Okay, so that's all about the story. Hope you all liked it. Thank you.